പിന്നെ ഇന്ന് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഒരു കിടിലൻ നാടൻ ചട്ടിച്ചോറാണേ. നല്ല വെണ്ണ പോലെ ഉടച്ച കപ്പയും പയറുപ്പേരിയും കുമ്പളങ്ങ ഒഴിച്ചു കറിയും നല്ല ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും തട്ടുകട സ്റ്റൈൽ പൊരിച്ച കോഴിയും ബീട്രൂട്ട് അച്ചാറും മീൻ വറുത്തതും ഇനി ഒരു ഒന്നാം തരം ചിക്കൻ പെരട്ടും സർലാസും പിന്നെ ചട്ടിച്ചോറാണല്ലോ, ഇരിക്കട്ടെ ഒരു ഓംലെറ്റ്, പിന്നെ എല്ലാം കൂടി കൂട്ടി പൊടിക്കാൻ ഒരു പപ്പടവും. ഏട്ടനിവിടെ കഴിച്ചു തുടങ്ങി കേട്ടോ. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്തൊന്ന് കൂടെ കൂട്ടിക്കോണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലിങ്ങനെ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത്. സംഭവം കിടിലനായിട്ടുണ്ട് കേട്ടോ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ പെരട്ടും ഉടച്ച കപ്പയും ആണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മസാല കൂടി ഉണ്ട് കേട്ടോ. അത് പപ്പടത്തിന്റെ അടിയിലായത് കാരണം പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഏട്ടനത് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഉണ്ണേട്ടന് കുറച്ച് ഇതുപോലെയുള്ള ചട്ടിച്ചോറ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചോറും കറിയും ബിരിയാണി കുഴിമന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുത്താലും ഏട്ടൻ ആദ്യം കഴിക്കുന്നത് ഇതുപോലെയുള്ള നാടൻ ഫുഡാണ് കേട്ടോ. ഏട്ടന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ. ഇതുവരെ ചട്ടിച്ചോറ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലുണ്ടാക്കാം അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എപ്പോഴെങ്കിലും പുറത്തുനിന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ അതേ ഏട്ടൻ കഴിക്കണ കണ്ടിട്ട് എനിക്കും കൊതിയാവണുണ്ട് കേട്ടോ. അപ്പൊ അതേ ഞാനും ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് കരുതി. ഉണ്ണിയേട്ടന് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൊടി ഉണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ട് അച്ചാറ്, ദേ മീൻ വറുത്തതും ചിക്കനും സംഭവം കലക്കിയിട്ടുണ്ട്. ദേ പാത്രം കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.